അല്പമായുസ്സും നിരൂപിക്കണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാദവതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നയും ഭാസ്കരൻ. യുദ്ധം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ് പോകുന്നതേതും അറിവില്ലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും കൊണ്ടു ചിത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്ക പുനരോർത്തറിയും നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിപ്പുരുഷൻ ഗതിയേതുമറിയാതെ. കാലസ്വരൂപനാമീശ്വരൻ തന്നുടലിലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകും ഭാമ്പു സമാനമായുസ്സുടൻ മതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെ പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും വാർത്തു വാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമകം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാട്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടില. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വഗ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണൻ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിന് രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും. അധ്യാത്മരാമായണത്തില് അയോധ്യാകാണ്ഡത്തിലാണ് നമ്മുടെ പാരായണ ഭാഗങ്ങള്. ലക്ഷ്മണോപദേശം എന്നുള്ളതായിരിക്കുന്ന ഭാഗത്തിന്റെ കുറച്ചു ഭാഗങ്ങളാണ് നാം ഇപ്പോൾ പാരായണം ചെയ്തത്. കൈകേയിയുടെ നിർബന്ധപ്രകാരം ദശരഥ മഹാരാജാവിന് രാമനെ കാട്ടിലേക്ക് അയക്കുക എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു നിവൃത്തിയും ഇല്ലാതെ വന്നു. അമ്മയോടും ഭാര്യയോടും അനുജനോടുമൊക്കെ യാത്ര പറഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ പോയപ്പോൾ ശ്രീരാമചന്ദ്രനെ രാജ അഭിഷേകം നടത്താൻ പോകുന്നു എന്ന് തീരുമാനിച്ച സമയം മുതൽ, അത് അറിഞ്ഞ സമയം മുതൽ കൗസല്യാദേവി മഹാലക്ഷ്മി പൂജയിലും ആരാധനയിലുമൊക്കെ മുഴുകിയിരിക്കുകയായിരുന്നു. യാതൊരു വിഘ്നവും കൂടാതെ തന്റെ പുത്രനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതായിരിക്കുന്ന മംഗളാവസരത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ അമ്മ രാമൻ തന്റെ തൊട്ടു മുന്നിൽ വന്ന് നിന്നതുപോലും ശ്രദ്ധിച്ചില്ല. സുമിത്രയാണ് രാമന്റെ ആഗമനത്തെ കുറിച്ച് അറിയിച്ചത്. തന്റെ മകനെ കണ്ടതായിരിക്കുന്ന കൗസല്യ വളരെ സന്തോഷത്തോടു കൂടി രാമനെ സ്വീകരിച്ച് ഇരുത്തി. രാമന്റെ മുഖത്തുള്ളതായിരിക്കുന്ന ഒരു വിഷാദഭാവം കണ്ടതായിരിക്കുന്ന കൗസല്യക്ക് മനസ്സിലായി രാമന് എന്തോ ഒരു ദുഃഖം മനസ്സിലുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അമ്മ മകനോട് ചോദിച്ചു, എന്താണ് നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴും മകൻ അമ്മയോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വനവാസത്തിനുള്ളതായിരിക്കുന്ന ആ ഒരു ആജ്ഞ നൽകിയിരിക്കുന്നു. പണ്ട് കേകയപുത്രിയായിരിക്കുന്ന അമ്മയ്ക്ക് കൊടുത്തത് വരത്തിനെ മാനിച്ചുകൊണ്ട് വനവാസത്തിന് പോകാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ആജ്ഞ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ തന്നെ വനവാസത്തിന്, ഇന്നും തന്നെ വനവാസത്തിന് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ദുഃഖിക്കാതെ ഇവിടെ ഇരിക്കണം. 14 വത്സരം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്നു കൊള്ളാം, അതുവരെയും സുഖിയായിരിക്കണം എന്ന് പറഞ്ഞ സമയത്ത്
കൗസല്യ ആകെ തളർന്നു. തന്റെ മകനോട് പോകാൻ പാടില്ല എന്നും അച്ഛൻ കാട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അമ്മയായിരിക്കുന്ന ഞാനും നിന്റെ ഗുരുവിന് തുല്യമായതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ് പോകാൻ പാടില്ല എന്ന്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്നതായിരിക്കുന്ന ലക്ഷ്മണനും ക്രോധം സഹിക്കാൻ പറ്റിയില്ല. ദേഷ്യത്തോടു കൂടിയിട്ട് കോപിച്ച് വളരെ കോപാകുലനായ ലക്ഷ്മണൻ അച്ഛൻ ചെയ്തതായിരിക്കുന്ന കർമ്മത്തിലെ അന്യായത്തെ മുൻനിർത്തിക്കൊണ്ട് ആചാര്യനാണെങ്കിൽ പോലും തെറ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ അംഗീകരിക്കേണ്ടതില്ല എന്ന ന്യായവാദമൊക്കെ പറഞ്ഞ് അച്ഛനെയും മറ്റുള്ളവരെയും ഒക്കെ വിളിച്ചു ബന്ധിച്ച് ആ രാജ്യത്തിന്റെ അഭിഷേകം അങ്ങേക്കായും കൊണ്ട് ജ്യേഷ്ഠനായും കൊണ്ട് നടത്തി കൊടുക്കുമെന്ന് വളരെ ക്രോധത്തോടുകൂടി പ്രതിജ്ഞയെടുത്ത ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ വളരെ സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടു കൂടിയിട്ട് ആ തത്വങ്ങളെ ഉപദേശിച്ച് കൊടുക്കുന്ന ഭാഗങ്ങളാണ്. ധർമ്മനിഷ്ഠയുടെ കാര്യത്തില് മറ്റ് ആരെക്കാളും മുന്നിട്ട് നിന്നതായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി മാത്രമായി പ്രപഞ്ചത്തിൽ പിറവിയെടുത്ത ഭഗവാൻ മനുഷ്യ രൂപമെടുത്തു വന്നപ്പോ തന്റെ ഇപ്പോൾ താൻ പ്രതീക്ഷിച്ചിരുന്നതായ ആ സമയം എത്തിച്ചേർന്നതുകൊണ്ട് തന്നെ എങ്ങനെയും ലക്ഷ്മണനെ സ്വാന്തനപ്പെടുത്തിയിട്ട് വനത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ബോധ്യം വന്നു ശ്രീരാമചന്ദ്രൻ. എങ്കിലേ തന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ കഴിയൂ, ലോകത്തിലെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ബോധ്യം വന്നു ശ്രീരാമചന്ദ്രന്. ആ ഒരു ഉപദേശമാണ് ലക്ഷ്മണന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് മഹാഭാരത യുദ്ധം നടക്കുന്നതായിരിക്കുന്ന സമയത്ത് പാണ്ഡവന്മാര് ദ്രോണാചാര്യന് എതിരായിക്കൊണ്ട് ദ്രോണാചാര്യനോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയം പാണ്ഡവന്മാർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ദ്രോണാചാര്യനെ വധിക്കാൻ കഴിയുകയില്ല. ദ്രോണാചാര്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം കൗരവന്മാരെ ജയിക്കുകയും ബുദ്ധിമുട്ടാണെന്ന് ബോധ്യം വന്നപ്പോൾ ദ്രോണാചാര്യരുടെ വീര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മകനായ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടാൽ ആ ക്ഷണം യുദ്ധക്കളത്തിൽ തളർന്ന് ദ്രോണാചാര്യര് നിർവീര്യനാകുമെന്ന് ബോധ്യം വന്നതായിരിക്കുന്ന പാണ്ഡവര് ഈ ഒരു കാര്യം ആചാര്യനോട് ആര് പറയും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പഞ്ചപാണ്ഡവന്മാരില് ധർമ്മനിഷ്ഠനായിരിക്കുന്ന യുധിഷ്ഠിരനൊഴികെ മറ്റാര് പറഞ്ഞാലും ദ്രോണാചാര്യർ വിശ്വസിക്കില്ല എന്ന് ബോധ്യം വന്ന പാണ്ഡവന്മാര് യുധിഷ്ഠിരനോട് ആവശ്യപ്പെട്ടു കള്ളം പറയാൻ. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന കള്ളം പറയും. അങ്ങനെ കള്ളം പറഞ്ഞാല് തനിക്ക് ലഭിക്കാൻ പോകുന്നതായ പാണ്ഡവന്മാർക്ക് കിട്ടാൻ പോകുന്നതായിരിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളെ പറ്റിയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. തന്റെ മുൻപില് സൗഭാഗ്യകരമായിരിക്കുന്ന ഒരു കാലം തെളിഞ്ഞു നിൽക്കുമ്പോഴും യുധിഷ്ഠിരർ പറഞ്ഞതായിരിക്കുന്ന മറുപടി ഇതൊന്നുമല്ല. കിട്ടാതെ പോകട്ടെ നരേന്ദ്രവട്ടം, പൊട്ടിത്തെറിക്കട്ടെ ശിരസ്സുരണ്ടായി, വെട്ടിപ്പിളർക്കട്ടെ രിപുക്കൾ ഖണ്ഡം, ചട്ടറ്റ ധർമ്മത്തെ വെടിഞ്ഞിടാ ഞാൻ. ഇതായിരുന്നു മറുപടി. എത്രമാത്രം സൗഭാഗ്യങ്ങൾ മുൻപിൽ വന്ന് നിന്നപ്പോഴും ഒരു കാരണവശാലും ഒരു തരത്തിലും ധർമ്മത്തിന് ചുതി സംഭവിക്കാൻ, ധർമ്മത്തിൽ നിന്ന് പിന്മാറാൻ താൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞ യുധിഷ്ഠിരന്റെ അതേ വാക്കുകൾ ശ്രീരാമചന്ദ്രനും ഇപ്പോൾ പറയും. അച്ഛനെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ കൈകേയിയെയോ അന്തഃപുരവാസികളെയോ അയോധ്യാപുരയിലുള്ള ആരെ വേണമെങ്കിലോ പരാജയപ്പെടുത്താൻ കേവലം ഒരു നിമിഷം മാത്രം മതി എന്നിരിക്കെ അതിന് മെനക്കെടാതെ രാജാവായിട്ട് രാജസിംഹാസനത്തിൽ ഇരുന്ന് വാഴാൻ, രാജസുഖങ്ങൾ അനുഭവിക്കാൻ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സാധ്യതകളും മുന്നിൽ വന്ന് തെളിഞ്ഞപ്പോഴും ശ്രീരാമചന്ദ്രൻ അത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് രാമായണത്തില് ശ്രീരാമചന്ദ്രനെ മഹത്വമുള്ളവനാക്കി മാറ്റും. ഏതൊരു രീതിയിൽ ചക്രവർത്തി സ്ഥാനത്തെ താൻ കണ്ടോ അതേ നിസ്സംഗതയോടെ തന്നെ വനവാസത്തെയും കാണാൻ കഴിഞ്ഞു. ഇന്നത്തെ സമൂഹത്തില് അധികാരത്തിന്റെ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ളതായിരിക്കുന്ന അധർമ്മവും ചെയ്യാൻ മടിക്കാത്ത
ലോകമാണെന്ന്. ഇങ്ങനെ എന്ത് ലഭിക്കും, നമുക്ക് ഇന്നത് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതായിരിക്കുന്ന ഒരേ ഒരു താല്പര്യത്തിനനുസൃതമായി മാത്രം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്ന ഈ സമൂഹത്തിൽ സ്ഥാനങ്ങൾക്ക്, അധികാര തൃഷ്ണയ്ക്കൊക്കെ വേണ്ടി എന്ത് രീതിയിലും പ്രവർത്തിക്കാൻ മടിയില്ലാതിരിക്കുമ്പോൾ ഈ ധർമ്മത്തെ നമുക്ക് എടുത്തു കാണിച്ചു തരികയാണ് നമ്മുടെ പുരാണങ്ങളില് നമ്മുടെ മഹാത്മാക്കളായിരിക്കുന്ന ആചാര്യന്മാർ. ഈ ഒരു തത്വത്തെ പുരാണത്തിലേക്ക് പോയാൽ പല മഹാന്മാരും നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുമുണ്ട്. അഹിംസയുടെ ആ ഒരു മാനദണ്ഡത്തില് രാജ്യസുഖങ്ങളൊക്കെയും ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോയ ബുദ്ധനെ നമുക്കറിയാം. തന്റെ മുൻപിൽ ഉള്ളതായിരിക്കുന്ന രാജസിംഹാസനവും ചക്രവർത്തി പദവും മറ്റ് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും താൻ നൽകിയതായിരിക്കുന്ന മഹർഷിക്ക് നൽകിയതായിരിക്കുന്ന ഒരു വാക്ക് സത്യമാക്കുന്നതിന് വേണ്ടി, ആ വാഗ്ദാനത്തെ പാലിക്കുന്നതിന് വേണ്ടി സർവ്വതും ഉപേക്ഷിച്ച് രാജ്യം വിട്ട് പുറത്തുപോയ ഹരിശ്ചന്ദ്ര മഹാരാജാവിനെയും നമുക്കറിയാം. അതുപോലെ ധാരാളം മഹാത്മാക്കളെ നാം പരിചയപ്പെടുന്നുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ കൂടിയൊക്കെ. ഇങ്ങനെ എന്തു ലഭിച്ചാലും സത്യത്തിനാണ് മുൻതൂക്കം എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിച്ചതായിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ പുരാണങ്ങളിൽ കൂടി നമ്മെ കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ ശ്രീരാമൻ. അപ്പൊ എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും അച്ഛൻ പറഞ്ഞതായിരിക്കുന്ന വാക്കിനെ ഒരു കാരണവശാലും നിരാകരിക്കാൻ പാടില്ല ഉത്തമനായിരിക്കുന്ന ഒരു പുത്രൻ എന്നുള്ള വാക്യം വെച്ചുകൊണ്ട് ലക്ഷ്മണനോട് ഉപദേശിക്കാൻ തുടങ്ങി ശ്രീരാമചന്ദ്രൻ. വത്സ എന്നും വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചുകൊണ്ടാണ് ഉപദേശം തുടങ്ങിയത് തന്നെ. അപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ വിളിച്ചു പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഈ ശരീരമോ അല്ലെങ്കിൽ നാം കാണുന്നതായിരിക്കുന്ന ഒന്നും തന്നെ, ഈ പ്രപഞ്ചത്തിലുള്ളതായിരിക്കുന്ന ഒന്നും ദൃശ്യമായുള്ള ഒരു രാജദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം അതല്ല എങ്കിലെന്തതിനാൽ ഫലം. ഈ പറയുന്നതൊക്കെ പ്രപഞ്ചത്തിൽ നാം കാണുന്നതും അറിയുന്നതും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്ക് ലഭിക്കുമെന്ന് തോന്നുന്നതും ഇതൊക്കെ എല്ലാ കാലങ്ങളിലും സത്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് നശിച്ചു പോകാനുള്ളതാണ്, എല്ലാ കാലങ്ങളിലും നമ്മുടെ കൂടെ ഉള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രയോജനം എന്നാണ് ഭഗവാൻ ആദ്യം തന്നെ ചോദിച്ചു തന്നെ. പാന്തർ പെരുവഴി അമ്പലം തണ്ണിനെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഒരു യാത്ര പുറപ്പെടുന്നതായിരിക്കുന്ന സമയത്ത് ഒരു ബസ്സിലൊക്കെ നാം കയറി യാത്ര ചെയ്യുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ഈ യാത്രക്കിടയിൽ പല ആളുകളെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. ഓരോ സ്റ്റേഷനുകളിലും വണ്ടി നിർത്തുമ്പോൾ കുറച്ചാളുകൾ അവിടെ ഇറങ്ങുന്നു, അവിടെ നിന്ന് കുറച്ചാളുകൾ കയറുന്നു. ഈ യാത്രക്കാരെല്ലാവരും ഒരു ലക്ഷ്യത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യുന്നവരാണ്. അവരവരുടെ ലക്ഷ്യത്തില് എത്തിക്കഴിയുന്ന സമയത്ത് അതാത് സ്റ്റേഷനിൽ ഇറങ്ങിയേ മതിയാവും. ഞാനിവിടെ ഇറങ്ങില്ല എന്ന് പറയാൻ നിവർത്തിയില്ല. കുറച്ചാളുകൾ അവിടെ നിന്ന് കയറും, പിന്നെയും ഈ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ചെറിയ ഇടവേളയ്ക്കുള്ളിലെ ഈ യാത്രയില് കയറി ഇറങ്ങുന്നതായിരിക്കുന്ന പല യാത്രക്കാരിൽ ചിലരെയൊക്കെ നമ്മൾ കാണും, പരിചയപ്പെടും. ചിലരോടൊക്കെ ഒന്ന് സംസാരിക്കും, ചിലരോടൊക്കെ ഒന്ന് ചിരിച്ചു കാണിക്കും, ചിലരുടെ അടുത്തൊന്ന് പേരോ വീടോ എവിടെ നിന്ന് വരുന്നോ ജോലി എന്താണെന്നോ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും. നമ്മുടെ യാത്രയുടെ ദൈർഘ്യം അനുസരിച്ച് കുറച്ചധികം സമയം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരോട് കുറച്ച് കൂടുതൽ അടുപ്പം തോന്നും, കുറച്ചധികം സംസാരിക്കും. അപ്പൊ ഇന്ന് കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇനി 31-ാം തീയതി വരെ നിങ്ങളുമായിട്ട് നമ്മൾ ഇവിടെ ഈ 7 മണി തൊട്ട് നിങ്ങളുടെ 7 മണി നമുക്ക് ഇവിടെ 8:30 1 മണിക്കൂർ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും എത്രയോ ദൂരം ഇരിക്കുന്ന നിങ്ങളുമായി ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴേ ഈ 1 മാസം കൊണ്ട് ഒരുപക്ഷെ ഒരു ആത്മബന്ധത്തിലേക്ക് എത്തിയേക്കാം. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ യാത്രയും. ചിലരോടൊരടുപ്പം തോന്നും. ഇപ്പൊ ഭഗവാൻ പറയുകയാണ് ഇതൊക്കെയും
വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളപ്പോൾ ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. എല്ലാവരും വിചാരിക്കും എനിക്കുള്ളതായിരിക്കുന്ന ഈ സമ്പത്ത് മുഴുവനും എല്ലാ കാലങ്ങളിലും എനിക്ക് നിലനിൽക്കുമെന്ന്. പല ബാങ്കുകളിലുള്ള ഡെപ്പോസിറ്റുകളോ പല സ്ഥലങ്ങളിൽ വാങ്ങിക്കൂട്ടിയതായിരിക്കുന്ന സ്വത്തോ പല മാതൃകയിൽ പണിതതായിട്ടുള്ള മണിസൗധങ്ങളോ പല തുകയ്ക്ക് എടുത്തിട്ടുള്ളതായിരിക്കുന്ന ഇൻഷുറൻസുകളോ ഇതെല്ലാം തിരികെ കിട്ടുമെന്നോ ഇതെല്ലാ കാലങ്ങളിലും കൂടെ നിൽക്കുമെന്നോ വിചാരിക്കുമെങ്കിലും ഇതൊന്നും സ്ഥിരമായി നിൽക്കുന്നതല്ല ലക്ഷ്മണ എന്ന് ഭഗവാൻ പറഞ്ഞു. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി തീരാം ഒരു നിമിഷം കൊണ്ട്. അതിന് പറ്റിയതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കഴിഞ്ഞ 2-3-4 മാസങ്ങളായിട്ട് പ്രത്യേകമായിട്ടൊരു ഉദാഹരണം ഒന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയോ ആളുകൾ എന്തെല്ലാം സ്വപ്നങ്ങളായിട്ട് എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടി ജീവിച്ചിരുന്നവര്, ഏതൊക്കെയോ രീതിയിലുള്ളതായിരിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടവര്, അവരിൽ പലരും ഇന്ന് നമ്മളുടെ കൂടെ ഈ ലോകത്തിലില്ല. ഒരുപക്ഷെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിച്ച് പതിവ് പോലെ തിരിച്ചു വന്ന് തന്റെ കുടുംബാംഗങ്ങളെ കാണാൻ കഴിയുമെന്നുള്ളതായിരിക്കുന്ന ആ ഒരു പ്രതീക്ഷയിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ യാതൊരു കാരണവുമില്ലാതെ ഒരു നിമിഷം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നും വിട്ടുപോവേണ്ടി വന്ന എത്രയോ ലക്ഷം ആളുകൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട്. അതിന്റെ തലേ ദിവസം വരെ അല്ലെങ്കിൽ അതിന് 1 മിനിറ്റ് മുമ്പ് വരെ വിചാരിച്ചിട്ടുണ്ടാവില്ല അടുത്ത സെക്കൻഡിൽ ഞാൻ ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത്. ഇത് തന്നെയാണ് ഉത്തമമായിരിക്കുന്ന ഉദാഹരണം. ഇത് ഭഗവാൻ അറിഞ്ഞ് നമുക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി തന്നെ നേരിട്ട് കാണിച്ചു തരികയാണ്. ഞാൻ എല്ലാം തികഞ്ഞതാണെന്നും എനിക്ക് എല്ലാം ആകുമെന്നും എന്നേക്കാൾ കേവനായിട്ട് ആരും ഇല്ല എന്നും എന്റെ അധികാരപരിധിയിൽ പെടാത്തതായിട്ടൊന്നും ഇല്ലെന്നും എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ കഴിയുമെന്നും ആരെ വേണമെങ്കിലും തോൽപ്പിക്കാൻ കഴിയുമെന്നും ഒക്കെ നമ്മൾ വൃഥാ സ്വപ്നം കാണുന്നതാണ്. ഇതിനൊന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. നാളെ ഈ സമയത്ത് എന്ത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുക എന്ന് പോലും അറിയുകയില്ല എന്നാണ് പറയുന്നത് തന്നെ. ഇപ്പൊ രാഗാദി സമ്പത്തുകളോ മറ്റു ഭൗതിക വസ്തുക്കളോ സുഖ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇതെല്ലാം നിരൂപിക്കുകയാണെങ്കിൽ സ്വപ്നത്തിന് തുല്യമാണെന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് നിശ്ചലമായിട്ട് നിൽക്കുന്ന എല്ലാ കാലങ്ങളിലും നമ്മോടൊപ്പമുള്ള ഒന്നും തന്നെ ഇല്ല എന്നിരിക്കെ നീ എന്തിനാണ് ഇങ്ങനെ കോപിക്കുന്നത് എന്നായിരുന്നു ചോദ്യം തന്നെ. സൂര്യൻ എല്ലാ ദിവസവും രാവിലെ ഉദിക്കുന്നു, യാത്ര ചെയ്യുന്നു, എല്ലാ ദിവസവും വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുന്നു. കിഴക്കുദിക്കുന്നു എന്നും പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ നമ്മൾ നിന്ന് നോക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യൻ വീണ്ടും കിഴക്കുദിക്കുന്നു, വീണ്ടും പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ നമ്മുടെ ആരുടെയും മനസ്സിൽ നമുക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ നിരൂപിക്കുന്നില്ല. ഈ ഓരോ ദിവസവും സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ ആയുസ്സും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. കാലങ്ങളോളം ജീവിച്ചിരിക്കുമെന്നാണ് നമ്മുടെ ഒക്കെയും പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെയാണ് നാം ഒക്കെയും വിചാരിച്ചിരിക്കുന്നതും. ആയുസ് പോകുന്നതേതും അറിവില്ല, മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. ഈ മായയില് ആ വിശ്വേശ്വരിയായിരിക്കുന്ന പ്രകൃതീശ്വരിയായ മഹാദേവിയുടെ മായയിൽപ്പെട്ട് അമ്മയുടെ ആ കണ്ണുകളുടെ ഇമയുടെ ഒരു ചലനത്തില്, ആ ഒരു കടാക്ഷത്തില് നമ്മെ അങ്ങനെ മോഹിപ്പിച്ച് മായയിൽ പെടുത്തിക്കൊണ്ട് എങ്ങനെയാണോ ഒരു പാവക്കൂത്ത് കളിക്കാരൻ തന്റെ കയ്യിൽ ഇരിക്കുന്നതായിരിക്കുന്ന ഒരു ചരടിൽ ഒരു പാവയെ നിർത്തിക്കൊണ്ട് നിയന്ത്രിച്ച് തന്റെ ഇഷ്ടാനുസരണം ചലിപ്പിക്കുന്നത്. അങ്ങോട്ട് ചലിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ അവിടേക്ക്, ഇങ്ങോട്ടെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട്, ഇങ്ങനെ ആ എന്താണോ മനസ്സിന്റെ സങ്കല്പം അതുപോലെ നമ്മയൊക്കെയും അമ്മ ഒരു പാവയെ പോലെ, അമ്മയുടെ കയ്യിലെ വെറും ചട്ടുകങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഏഴകളായിരിക്കുന്ന പ്രപഞ്ചത്തിലെ ജീവികൾ എന്ന് നമുക്ക് മനസ്സിലാവാതെ നമുക്കെയും ഇരിക്കുകയാണ്. അപ്പോൾ ആയുസ് ഇങ്ങനെ പോകുന്നത് അറിയുന്നില്ല കേവലം മനുഷ്യര്. എന്തുകൊണ്ട്?
മായയാകുന്ന സമുദ്രത്തിൽ അങ്ങനെ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ എന്ന് പറയും. അപ്പൊ വാർദ്ധക്യമോട് ജരാനരയും കൊണ്ട് ചിർത്തമോഹേന മരിക്കുന്നിതോ ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനഃ ഓർത്തെറിയും നീലമായതൻ വൈഭവം. ഇങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളില് ആ ഒരു സമയത്തിന്റെ ഉള്ളില് കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കുന്നതെല്ലാം അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് തന്നെ എല്ലാം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് പറയും. പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്പൊ രാത്രിയാണ്, ഇനി നാളെ പകലായി, പിന്നീട് രാത്രി ഉണ്ടായി, ഇങ്ങനെ മാറി മാറി വരുന്നത് എന്താണ്? മൂഢന്മാരായിരിക്കുന്ന മനുഷ്യർ വിചാരിക്കണു ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടാണ് എന്ന്. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചെൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകും പാമ്പു സമാനമായുസുടൻ കോമതേതും ധരിക്കുന്നതെല്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം. ഈ മായാസമുദ്രത്തിൽപ്പെട്ടിങ്ങനെ നീന്തി തുടിച്ച് ഞാനെന്നും എന്റേതെന്നും എന്നുള്ളതായിരിക്കുന്ന ഭ്രമത്തിൽപ്പെട്ട് സകലതും വെട്ടിപ്പിടിച്ച് മറ്റുള്ളവരുടെ ഒക്കെയും സ്വന്തമാക്കി വെച്ച് അങ്ങനെ രാത്രിയും പകലുമില്ലാതെ ജോലി ചെയ്തും കഷ്ടപ്പെട്ടും അധ്വാനിച്ചും സമ്പാദിച്ചും ഇങ്ങനെ പോകുന്നതായിരിക്കുന്ന സമയത്ത് അറിയുന്നില്ല കാലസ്വരൂപനായിരിക്കുന്ന ഈശ്വരന്റെ ലീലാവിശേഷങ്ങൾ മാത്രമാണ് ഇത് എന്നുള്ളത്. ഇങ്ങനെ പോകുമ്പോഴാണ് രോഗങ്ങളായിട്ടും വാർദ്ധക്യമായിട്ടും ജരാനരകളായിട്ടും ഒക്കെ വന്നിങ്ങനെ ആക്രമിക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ വന്ന് ആക്രമിച്ച് വരുമ്പോഴാണ് ഒരു ദിവസം ഒരാളും കൂടെ വന്നെത്തും. മതി ഇവിടെ ഇരുന്നതൊക്കെ, ഇനി കൂടെ പോരെന്ന് പറയും. ആരായിരിക്കും ഒരാള് വരുന്നത്? നമ്മൾ ജനിച്ചതായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ്, പക്ഷെ കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മരണം എന്നുള്ളത് ഒരിക്കലും നമുക്കറിയില്ല. നമ്മുടെ ജനനത്തോടൊപ്പം നമ്മുടെ കൂടെയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തായിട്ടും വിചാരിക്കാനും കരുതാനും ഉള്ളത് അതൊന്നും മാത്രമേ ഉള്ളൂ. കാരണം ഒരിക്കലും വിട്ടുപിരിയുന്നില്ല. ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ പിന്നാലെ തന്നെ ഉള്ളതാണ്. ഈ മരണം എന്നുള്ളതായ ആളെ എത്തി വിളിച്ചു കഴിഞ്ഞാല് പോവാതെ നിവർത്തിയേ ഇല്ല. അതുകൊണ്ട് ഭാഗവതത്തിലൊക്കെ പറയും, അതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ മരണത്തിന്റെ വരവും എങ്ങനെയൊക്കെയാണ് ഗജേന്ദ്രമോക്ഷം എന്നുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചാല് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഗജേന്ദ്രനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. കൊമ്പനാനയെ പോലെ മതിച്ച് മതഗർഭിതരായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടും. നല്ല വെള്ളം കണ്ട് പൊയ്കയിൽ എത്തിയപ്പോൾ അതിലിറങ്ങി ആകെ കലക്കി മറിച്ച് അതിലുണ്ടായിരുന്ന താമരപ്പൂക്കളൊക്കെ ഒരു നിമിഷം കൊണ്ട് വലിച്ചു പറിച്ചു കളഞ്ഞു അഹങ്കാരം കൊണ്ട്. അപ്പൊ ഈ പ്രപഞ്ചമാകുന്ന സമുദ്രത്തിൽ ഇറങ്ങുന്ന നമ്മുടെ അവസ്ഥയും ഇത് തന്നെ. എല്ലാം നമ്മൾ നശിപ്പിച്ചു കളയും. ഭഗവാന് വേണ്ടിയിട്ട് ഒന്നും നമ്മൾ കരുതി വെക്കില്ല. ഗജേന്ദ്രൻ അവസാനം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ ഒരു താമരമുട്ട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഉണ്ടായിരുന്നല്ല ആദ്യം തന്നെ കളഞ്ഞിരുന്നു. മറ്റു ബന്ധുക്കളോ സ്വന്തക്കാരോ ഇതുവരെയും സ്നേഹിച്ചിരുന്ന ഭാര്യമാരോ തന്റെ മക്കളോ സുഹൃത്തുക്കളോ ആരും ഉണ്ടായില്ല ഗജേന്ദ്രന് അവസാനം കൂട്ടിനും. തനിയെ ഉണ്ടായുള്ളൂ. ആ പൊയ്കയിലെ ജലത്തിൽ അങ്ങനെ മുങ്ങി പോയപ്പോഴ് ആ തുമ്പിക്കൈയുടെ ഒരു അംശം മാത്രം അങ്ങനെ വെള്ളത്തിന് മുകളിൽ നിന്ന് ശ്വാസത്തിന് വേണ്ടിയിട്ട് പിടഞ്ഞ് മരണത്തെ മുന്നിൽ കണ്ട സമയത്താണ് ഗജേന്ദ്രന് മനസ്സിലായത് താൻ ഇതുവരെയും കരുതിയിരുന്നതൊന്നുമല്ല യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് എന്ന്. തന്റെ കുടുംബമെന്നും തന്റെ ഭാര്യയെന്നും തന്റെ മക്കളെന്നും ബന്ധുക്കളെന്നും സുഹൃത്തുക്കളെന്നും വിചാരിച്ച് അവരുടെയൊക്കെ മേധാവിയായി അധികാരിയായി അവരുടെ മേലൊക്കെ ആധിപത്യം ചെലുത്തി അങ്ങനെ ജീവിച്ച സമയത്ത് ഒരിക്കൽ പോലും ഈശ്വരനെ വിചാരിച്ചില്ല ഗജേന്ദ്രൻ. ഗജേന്ദ്രന് തുല്യമാണ് ഈ പ്രപഞ്ചത്തിലെ നാം ഓരോരുത്തരും. അവസാനം മരണത്തോടടുക്കുമ്പോൾ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ഒരു മൂലയിൽ ചുരുങ്ങി മാറേണ്ടി വരുന്ന സമയം വന്നപ്പോൾ ആ പൊയ്കയിൽ അങ്ങനെ മുങ്ങി താണപ്പോൾ മുതല വന്ന് കാലിൽ പിടിച്ചു. കാലനാകുന്ന മുതല. ഈ കാലനാകുന്ന മുതലയുടെ പിടുത്തം കാലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ
ഒരാൾക്കും രക്ഷിക്കാൻ പറ്റില്ല. ഗജേന്ദ്രന്റെ അതേ ബലമുള്ളതായിരിക്കുന്ന സുഹൃത്തുക്കള്, കുടുംബക്കാര്, ബന്ധുക്കള് എല്ലാവരും ശ്രമിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ചു പൊക്കി പൊയ്കയുടെ പുറത്തെത്തിക്കാൻ. പക്ഷെ ആർക്കും കഴിഞ്ഞില്ല. ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം എത്ര ബലമുണ്ട്, ശരീരം കൊണ്ടും ഒക്കെ എത്രയോ ബലമുള്ള ആളാണ്. പക്ഷെ ഒരു മുതലയോ തീരെ ചെറുതാണ്. എന്നിട്ടും മുതലയുടെ പിടിയിൽ നിന്ന് ഗജേന്ദ്രന് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. പക്ഷെ മുതല പിടിച്ച് വെള്ളത്തിന്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് താഴ്ത്താൻ സാധിച്ചു. അതാണ് മരണം. മരണത്തിനെ മാറ്റി നിർത്താൻ ഒരുപാടൊക്കെ പുരോഗമിച്ചു ലോകം, ഒരുപാടൊക്കെ നേടിയെന്ന് അഭിമാനിക്കുന്നുണ്ട്, ഇനിയൊന്നും കണ്ടുപിടിക്കാനില്ല എന്ന് അഭിമാനിക്കുന്നുണ്ട്, എല്ലാത്തിനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ് എന്ന് അഭിമാനമുണ്ട്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടും ഇന്നുവരെയും മരണം എന്നുള്ളതിനെ മാറ്റി നിർത്താനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ പോയേ പറ്റും. ആ ഒരു ചെറിയ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവനും കഴിയുകയില്ല ലക്ഷ്മണ. രോഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിതമായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടിയാവാം. ഏത് രീതിയിലായാലും അതിനെ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം. അല്ലെ, എല്ലാവരും അങ്ങനെ വിചാരിക്കണേ, ഞാൻ ബ്രാഹ്മണനാണ്, ഉന്നത കുലജാതനാണ്, എൻ്റെ അത്ര അന്തസ്സും ആഭിജാത്യവുമുള്ള ആരും വേറെയില്ല, ഞാൻ മനുഷ്യരില് നരന്മാരിൽ വെച്ച് ഏറ്റവും കേമനാണ് എന്നിങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, മണ്ണിനു കീഴായി കൃമികളായി പോകില്ല, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. എൻ്റെ ശരീരം എൻ്റെ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരിക. ബന്ധു പോവുകയാണോ, ഭസ്മമായിട്ട് ചാരമായിട്ട് തീരുകയാണോ, ഏതെങ്കിലും ജന്തുക്കൾ ഭക്ഷിച്ച് തീരുകയാണോ, അല്ലെങ്കിൽ ഇനി മണ്ണിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഏതെങ്കിലും കൃമികൾക്ക് ഭക്ഷണമായി തീരുകയാണോ, ഒന്നും പറയാൻ നിവൃത്തിയില്ല എങ്ങനെ ആവുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പറയണു, ഈ ശരീര നിമിത്തമുള്ളതായിരിക്കുന്ന മോഹം അത്ര അധികമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട എന്ന് പറയും. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസദാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ. ലക്ഷ്മണൻ പറഞ്ഞു, ഒരു നിമിഷം കൊണ്ട് ഞാൻ എല്ലാത്തിനെയും ചുട്ടുഭസ്മമാക്കി എല്ലാവരെയും തോൽപ്പിച്ച് ബന്ധനസ്ഥരാക്കി മാറ്റിയിട്ട്, അച്ഛനെ പോലും ബന്ധനസ്ഥനാക്കി മാറ്റി ജ്യേഷ്ഠനെ ചക്രവർത്തിയായിട്ട് അവരോധിക്കാൻ എനിക്ക് ഒരു നിമിഷം മാത്രം മതി എന്നാണ് ലക്ഷ്മണൻ പറഞ്ഞത്. ഭഗവാൻ അതിന്റെ മറുപടി പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? നിനക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെയും അവസ്ഥ അത് തന്നെയാണ്. ജ്ഞാനം എന്നുള്ളത് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്തിനും കഴിയുമെന്ന് ലക്ഷ്മണനെ പോലൊക്കെ തന്നെ ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ പല ജീവിതത്തിന്റെ പല അവസരങ്ങളെയും ആരുടെ മുൻപിലും താഴ്ന്നു കൊടുക്കാൻ, ആരുടെ മുൻപിലും തലകുനിക്കാൻ നമുക്ക് തോന്നുകയില്ല, നമ്മൾ ചെയ്യുകയില്ല. കാരണം നമ്മേക്കാൾ എല്ലാവരും താണവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ പോലും ഒരു പക്ഷേ ശ്രീകോവിലിന്റെ മുൻപിലൊന്ന് ഭഗവാനെ ഒന്ന് നമസ്കരിക്കാൻ ഈ അഭിമാനബോധം പലപ്പോഴും സമർത്ഥിക്കാറില്ല. അതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ച ആരും വരണ്ട, നിങ്ങളോട്ട് നമസ്കരിക്കുകയും വേണ്ട, എനിക്ക് നിങ്ങളോട്ട് കാണുകയും വേണ്ട, തീർന്നല്ലോ. അത്രമാത്രം നാമൊക്കെ ദേഹാഭിമാനം കൊണ്ട് ഉയർന്നവരായി പോയത് കൊണ്ട് തന്നെ, ശരീരാഭിമാന ബോധത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ആരുടെ മുൻപിലും തോൽക്കാൻ മനസ്സില്ല, താഴാൻ മനസ്സില്ല, ത്യജിക്കാൻ മനസ്സില്ല, ത്യാഗം ചെയ്യാനുള്ള മനസ്സില്ല. ലക്ഷ്മണനെ പോലെ എന്തും ക്രോധം കൊണ്ട് നേടാം, എന്തിനേയും അടിച്ചമർത്താം, എന്തിനേയും തന്റെ കയ്യൊപ്പ് കൊണ്ട് നേടിയെടുക്കാം എന്നൊക്കെ ഉള്ള ധാരണയിൽ അവരുടെ ജീവിതം വെറുതെ പാഴാക്കി പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയാം. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക്
മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്ക് ഞാനായതാത്മാവെന്ന് മോഹൈകതന്ത്രിയായുള്ളതു വിദ്യ കേൾ. ഇത് തന്നെയാണ് വിദ്യയും അവിദ്യയും എന്നത്. അപ്പൊ ദേഹോഹമാണ്, ഞാൻ ഈ ശരീരമാണ് എന്നുള്ളതായിരിക്കുന്ന അഭിമാന ബോധമാണ് എല്ലാവരിലും ഉള്ളതായിരിക്കുന്ന അജ്ഞാനം എന്ന് പറയും. അതല്ല എന്ന് ബോധ്യം വരുമ്പോൾ വിദ്യ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയും. സംസാരകാരണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ഇതാണ് വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. വിദ്യയെ നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരത്തെ നശിപ്പിക്കാൻ, ഈ സമുദ്രത്തെ, ഈ ജീവിതമാകുന്ന പ്രാരാബ്ധമാകുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ സാധിക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെ ജന്മാന്തരങ്ങൾ എടുത്ത് വീണ്ടും വീണ്ടും ഈ സംസാരത്തിൽ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാതെ വീണ്ടും പുനർജന്മങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ പോവുകയും ചെയ്യും എന്ന് പറയും. അതിനെന്തു വേണം? ഇതിൽ നിന്നൊരു വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. പിന്നെയോ തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു അറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികളോ. ഭഗവാൻ പറഞ്ഞു കൊടുത്തു ലക്ഷ്മണൻ. അതുകൊണ്ട് എന്ത് വേണം? മോക്ഷത്തെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഏകാന്ത ചേതസ വിദ്യാഭ്യാസം നേടണം. ഏകാന്ത ചേതസ വിദ്യാഭ്യാസം നേടണം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് സ്കൂളിൽ പോയിരുന്ന് പഠിക്കണമെന്നൊന്നും അല്ല. എന്താണ്? വിദ്യാഭ്യാസം നമ്മൾ എല്ലാവരും നേടുന്നുണ്ട്. ഡിഗ്രി എടുത്തവരുണ്ട്, PG എടുക്കുന്നവരുണ്ട്, അതിലും വലിയ ഡിഗ്രികൾ എടുക്കുന്നവരുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര, ലോകത്തിൽ ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ ഒക്കെ പോയി ഡിഗ്രി എടുക്കുന്നവരുണ്ട്. 5ഉം 8ഉം 10ഉം ഡിഗ്രികൾ കരസ്ഥമാക്കുന്നവരുണ്ട്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് കേവലം ഭൗതികമായിരിക്കുന്ന അറിവ് മാത്രമാണ് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് കിട്ടുക. ഈ ഭൗതികമായിരിക്കുന്ന അറിവ് മാത്രം ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ വ്യവഹാരങ്ങളിൽ പെട്ട് ജീവിതം പാഴാക്കി കളയാമെന്നല്ലാതെ മറ്റൊന്നും നേടാനില്ല. ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസമല്ല ഭഗവാൻ പറഞ്ഞ വിദ്യാഭ്യാസം. ഭഗവാനെ അറിയുക എന്നുള്ള വിദ്യാഭ്യാസമാണ്. ഈശ്വരനെ അറിയുക, ഈശ്വരനിലേക്ക് ഉയരുക, ഈശ്വരനാണ് ഞാൻ തന്നെ എന്ന് ബോധ്യം വരിക. ആ ഒരു വിദ്യാഭ്യാസം നേടണം ആര്? മോക്ഷത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഈ മോക്ഷത്തെ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം നേടാതെ വന്നാൽ നമ്മുടെ സ്കൂളുകളിലോ പല രീതിയിലുള്ള ഡിഗ്രികളോ കോഴ്സുകളോ അതും ഇതും ഒക്കെ ഉണ്ടെങ്കിലും ഭൗതിക തലത്തിൽ ഉയരുന്നതിന് വേണ്ടതായിരിക്കുന്ന പലതും ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ യുഗം കൂടി ആയതുകൊണ്ട് പറയുകയും വേണ്ട. എല്ലാ രീതിയിലുള്ള അഡ്വാൻസ്ഡ് സ്റ്റഡീസും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആത്മീയമായിരിക്കുന്ന പുരോഗതി തൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടതായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലായാലും സ്കൂളുകളിലായാലും ആത്മീയമായിരിക്കുന്ന പുരോഗതിയാണ് നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൗതിക വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് ആർക്കും നേടാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആത്മപരിശോധന അല്ലെങ്കിൽ ഭഗവാനെ അറിയാൻ, ഈശ്വരനെ അറിയാൻ പറ്റിയ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസം അത് സ്കൂളുകളിലില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിലുണ്ടോ? അച്ഛനമ്മമാര് മക്കൾക്ക് പല രീതിയിലുള്ള യാതൊരു കുറവും വരാതെ മറ്റുള്ള എല്ലാ കുട്ടികളെക്കാളും കേമനായിട്ട് തൻ്റെ മകൻ വളരണം, തൻ്റെ മകൾ വരണം എന്നുള്ള ചിന്തയോടുകൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, തൻ്റെ കഴിവിനും അപ്പുറത്തുള്ള രീതിയിൽ അവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വേണ്ടതായിരിക്കുന്ന ജീവിത സൗകര്യങ്ങളൊക്കെയും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുത്ത് തൻ്റെ മക്കളെ വളർത്തുമ്പോഴും
ആത്മീയമായിട്ട് അവർക്ക് ഉയരാൻ വേണ്ട രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഈ തിരക്കുള്ള ജീവിതത്തില് ജോലി, കുടുംബം, മറ്റു കാര്യങ്ങൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ജീവിതവുമായിട്ട് രാവിലെ മുതൽ തിരക്കിട്ട് നടന്ന് രാത്രിയിൽ വീട്ടിൽ വന്ന് രാവിലെ വീണ്ടും പോയി ഭൗതികതയിലേക്ക് വേണ്ടി മാത്രം മനസ്സ് വച്ചുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കള് അവർ വളർന്നു വരുന്ന കാലഘട്ടത്തില് ചെറുപ്പ സമയങ്ങളിൽ അവർക്ക് നൽകേണ്ടതായിരിക്കുന്ന ആത്മീയ പുരോഗതി, ആത്മീയ വിദ്യാഭ്യാസം അത് നമ്മൾ പലപ്പോഴും കൊടുക്കാൻ മറന്നു പോകുന്നത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല രീതിയിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾക്കും കാരണം. അങ്ങനെ ഒരു വിദ്യാഭ്യാസം വേണമെന്നാണ് ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞത്. എങ്കിൽ മാത്രമാണ് മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കൂ. മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറയുമ്പോൾ മരണം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെയാണ് ഒരുപക്ഷെ നമ്മൾ ധരിച്ചു വെക്കുന്നത്. ഈ മരണശേഷം മറ്റെവിടെയെങ്കിലും പോയി സുഖമായിരുന്ന് അനുഭവിക്കേണ്ട ഒന്നൊന്നും അല്ല മോക്ഷം എന്ന് പറയുന്നത്. അത് നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ തന്നെ, ഈ ലോകത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കേണ്ടതാണ് മോക്ഷം. ആ ഒരു മോക്ഷ പദത്തിലേക്ക് എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സംസാര വ്യാപാരങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകുന്നില്ല. സംസാര വ്യാപാരങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കർമ്മവും ചെയ്യാതെ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്നു എന്നല്ല അർത്ഥവും. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. തന്റെ ഉത്തരവാദിത്തങ്ങള് ഒരച്ഛൻ എന്നുള്ള നിലയില്, ഭർത്താവ് എന്നുള്ള നിലയില്, ഭാര്യ എന്നുള്ള നിലയിൽ, അമ്മ എന്നുള്ള നിലയില്, മകൻ എന്നുള്ള നിലയിൽ, മകൾ എന്നുള്ള നിലയിൽ, സഹോദരനായിട്ട്, സുഹൃത്തായിട്ട്, സമൂഹത്തില് ഏതൊക്കെ തലങ്ങളിൽ നമ്മൾ വ്യാപരിക്കുന്നുണ്ടോ അതാത് തലങ്ങളിൽ നാം ചെയ്യേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം നാം ചെയ്യും. പക്ഷേ ഈ കർമ്മങ്ങളൊക്കെ നാം ചെയ്യുമ്പോഴും ഒന്നിലും നമ്മുടെ മനസ്സ് എത്തിപ്പെടുന്നുണ്ടാവില്ല. കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിനെ മാറ്റി നിർത്തി തന്റെ പ്രതിഫലേച്ഛ ഇല്ലാത്ത ഒരു ഭാവത്തില് കർമ്മങ്ങളെ ചെയ്യാൻ കഴിയും മോക്ഷം എന്നുള്ള പദത്തിലേക്ക് എത്തിയ ഒരാൾ. അല്ലാതെ ഓടി ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട്, വീടൊക്കെ വേണ്ടാന്ന് വെച്ച്, ബന്ധുക്കളെ വേണ്ടെന്ന് വെച്ചിട്ട് ബാഗൊക്കെ എടുത്ത് കാശിയിലോ ഹിമാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിലോ ഒരു മുറിയുടെ ഉള്ളിലോ കയറി അടച്ചിരുന്നൊക്കെ എനിക്കിനി ബന്ധമൊന്നും വേണ്ട, എനിക്ക് മോക്ഷത്തിലേക്ക് പോയാൽ മതി, അതുകൊണ്ട് ഞാനിനി ഒന്നും ചെയ്യില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെയൊക്കെ പോട്ടെ, മോക്ഷം എന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ കിട്ടാനുള്ളതാണ്, അന്നേരം അവിടെ അനുഭവിക്കുക, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം, ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് ചിന്തിക്കാനുള്ളതും അല്ല. ഈ പ്രപഞ്ചത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം നാം ചെയ്യുന്ന കൂടെ തന്നെ ഈ കർമ്മങ്ങളോടൊപ്പം ഈശ്വരനിലേക്ക് എത്തുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ സംസാരത്തിൽ വ്യാപിക്കാതെ, വ്യാപാരങ്ങളിൽ ഏർപ്പെടാതെ ജീവിക്കാൻ സാധിക്കും. ശത്രുക്കളാകുന്നത് തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. ഈ മോക്ഷപദത്തിലേക്ക് എത്താൻ, ഏകാന്ത വിദ്യാഭ്യാസം നേടാൻ, മനസ്സിനെ ശുദ്ധമാക്കാൻ, മനഃശുദ്ധി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. കാമക്രോധ മോഹങ്ങളൊക്കെ. ഈ ശത്രുക്കൾ ഇങ്ങനെ വന്ന് നമ്മൾ നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്നിനി ഒന്നിലും ഏർപ്പെടുന്നില്ല. രാവിലെ തൊട്ട് പൂജാമുറിയിൽ ഇരുന്ന് സഹസ്രനാമം ജപിക്കുന്നതേ ഉള്ളൂ എന്ന് തീരുമാനിച്ച് ഇന്ന് പരദോഷണത്തിലൊന്നുമില്ല, TV കാണാനൊന്നുമില്ല, അടുത്ത വീട്ടിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, ഇന്ന് ഒരു കാര്യവും ചെയ്തില്ല, ഇന്ന് നിരന്തരമായിട്ട് മുഴുവൻ സമയവും നാമം ചെല്ലുന്നതേ ഉള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും കയറി വിളക്കൊക്കെ കൊളുത്തി പൂജാമുറിയിലിരുന്ന് സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങുന്നത്. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യൽഭാനു സഹസ്രാഭ. ഫോൺ അടിച്ചു. അപ്പൊ മൊബൈൽ അടിച്ചു കഴിഞ്ഞു. എന്തൊക്കെ നോക്കുമ്പോഴോ വളരെ വേണ്ടപ്പെട്ട ആളാ, എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തെങ്കിലും ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ മകനായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, അത്ര വേണ്ടപ്പെട്ട സുഹൃത്തായിരിക്കും. എടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. ഈ ഉദ്യൽഭാനു സഹസ്രാഭ അവിടെ നിൽക്കും. പിന്നെ എങ്ങോട്ട് പോകും? മൊബൈലുമായിട്ട് പോയാൽ 1 മണിക്കൂർ നേരത്തെ കാര്യം അവിടെ കൊണ്ട് കഴിഞ്ഞു. അവിടെ പ്രലോഭനം വന്നു. ഇപ്പൊ ഈശ്വരനോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ആധ്യാത്മിക
ജീവിതത്തിലേക്ക് നാം ശ്രദ്ധ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശത്രുക്കള് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് പറയാം. അതിനൊപ്പം പ്രധാനമായിട്ട് വരുന്നതാണ് ക്രോധം എന്ന് പറയുന്നത് തന്നെ. ക്രോധം നിമിത്തം ഹനിക്കൊന്നിതോപുമാൻ, ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാര ബന്ധനം. പലപ്പോഴും ഈ സംസാരവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ക്രോധമാണെന്ന് തന്നെ പറയാം. അതുകൊണ്ടോ ക്രോധം പരിത്യജിക്കേണം ബുധജനം. മോക്ഷാർത്ഥികളായിട്ടുള്ളവര്, ഈശ്വരനിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശത്രുക്കളെ ഒഴിവാക്കുക എന്നുള്ളത്. അടുത്ത വീട്ടിലെ ആരെങ്കിലുമോ, കുടുംബത്തിൽ പിറന്ന നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽപ്പെട്ട ആരെങ്കിലോ, ഓഫീസിലൊപ്പം ജോലി ചെയ്യുന്ന ആരെങ്കിലോ ഒക്കെയാണ് നമ്മുടെ ശത്രുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നതൊക്കെ ഈ പറഞ്ഞ കൂട്ടരൊക്കെയാണ്. കാമക്രോധാദി ലോഭ മോഹങ്ങളാകുന്ന ശത്രുക്കൾ, അതുപോലെ തന്നെ തൃഷ്ണ, ആഗ്രഹം തുടങ്ങിയതൊക്കെയാണ് ശത്രുക്കളായിട്ട് നിരന്തരം ഇങ്ങനെ നമ്മെ ശല്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ജഗത്തിന്റെയും സർവപ്രപഞ്ചത്തിന്റെയും കാരണമായിട്ട് ഭവിക്കുന്നത് ഈശ്വരനാണെന്ന് ബോധ്യം വന്നുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ നിർമായമാചരിച്ചിടണം എന്നേവരും. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണെ നിത്യെ സമർപ്പിച്ചു ചെയ്യണം. ഇതാണ് ഒരു മനുഷ്യന്റെ ധാർമ്മികമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറയുക. ലക്ഷ്മണോപദേശത്തെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ 1 മണിക്കൂറോ അതിലൊന്നും ഒതുങ്ങുകയില്ല. അപ്പൊ എന്തായാലും ചുരുക്കം, ഭഗവാനാണ് സർവജ്ഞനായിരിക്കുന്നവനെന്നും ഈ പ്രപഞ്ചം എന്നുള്ളത് വെറും മിഥ്യയാണെന്നും മൂഢധാരണകൾ കൊണ്ടാണ് ലക്ഷ്മണ, അജ്ഞാനം കൊണ്ടാണ് നിനക്ക് എല്ലാത്തിനെയും ഭസ്മമാക്കി കളയാമെന്ന് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് മോക്ഷം എന്നുള്ളതായിരിക്കുന്ന പദത്തിലേക്ക് എത്തേണ്ടതാണ് ഒരു ജീവന്റെ പരമമായിരിക്കുന്ന ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശത്രുക്കളെയൊക്കെയും ഇല്ലാതാക്കണമെന്നും സർവാത്മന ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ പദം ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണനെ സമാധാനപ്പെടുത്തി അമ്മയെയും ഉപദേശിച്ചു. അമ്മയോടും പറഞ്ഞ സമാധാന വാക്കുകളൊക്കെ, സർവജ്ഞയായിരിക്കുന്ന അല്ലയോ അമ്മേ, നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക, അച്ഛന്റെ ആഗ്രഹം എന്തോ അത് തന്നെ പ്രാവർത്തികമാക്കേണ്ടവളാണ് അമ്മയും എന്നുള്ളത് കൊണ്ട് അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഞാൻ പോയിട്ട് 14 വർഷം കഴിയുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് അമ്മയെ നമസ്കരിച്ച് അങ്ങനെ പുറപ്പെട്ട് തന്റെ പത്നിയായിരിക്കുന്ന സീതയുടെ അടുത്തെത്തി. ഭർത്താവിന്റെ വരവ് കണ്ട് സന്തുഷ്ടയായ സീത പരിചരിച്ച് എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വരാനുള്ള കാരണം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ സീത രാമനോട് കാര്യങ്ങളെ പറ്റി ചോദിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് പരിചാരകന്മാരോ ഒക്കെ ആയിട്ടാണ് വരാറുള്ളത്. ഇപ്പോൾ ഭർത്താവ് തനിച്ചാണ് ഗ്രഹത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആരും ഒരു അകമ്പടിയൊന്നും ഇല്ലാതെ എന്താണ് തനിയെ വന്നത് എന്ന് സീതാദേവി ചോദിക്കുമ്പോഴാണ് പറയണത്, പ്രദീപതീസുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ ഞാനത് പാലിപ്പതിനാശു പോകുന്നു മാനസേ ഖേദമിളച്ചുവാണിടുക. അച്ഛൻ എനിക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന ദണ്ഡകാരണ്യത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഈ കൊട്ടാരത്തില് വിഷമമൊന്നും കൂടാതെ അമ്മമാരെ പരിചരിച്ചുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിക്കുക, 14 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നുകൊള്ളാം എന്നുള്ളതായിരിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് സീതാദേവിയോട് പറയുന്നതായിരിക്കുന്ന സമയത്ത് സീതാദേവി അതിനെ എതിർത്തുകൊണ്ട് തന്റെ ന്യായവാദങ്ങളെയൊക്കെയും ഭർത്താവിന് മുമ്പിൽ നിരത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടായത് അച്ഛന്? ഇന്നലെയല്ലേ പട്ടാഭിഷേകത്തിന് തീരുമാനമെടുത്തത്, പിന്നെ ഇന്നത് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും സ്നേഹമുണ്ടല്ലോ അച്ഛന് രാമനോട്. അത്രമാത്രം സ്നേഹിക്കുന്നതായിരിക്കുന്ന അച്ഛൻ എങ്ങനെയാണ് ഇത്രയും ക്രൂരമായ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചത്? രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും,
രാത്രി പോലും രാമൻ അടുത്തില്ലാതെ സഹിക്കാൻ പറ്റാത്തതായിരിക്കുന്ന രാജാവിന് എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റി എന്നൊക്കെ ചോദിച്ച് അതിനൊക്കെ മറുപടി കൊടുത്ത് സീതയെ സമാധാനിപ്പിച്ച് കൊട്ടാരത്തിൽ വാണുകൊള്ളാനൊക്കെ വീണ്ടും പറഞ്ഞതായിരിക്കുന്ന സമയത്താണ് സീതാദേവി തന്റെ ഭർത്താവിനോട് പറഞ്ഞത്, മുന്നിൽ നടപ്പൻ മനത്തിന്നു ഞാൻ മമ, പിന്നാലെ വീണമെഴുന്നള്ളുവാൻ ഭവാൻ, എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. ഭാര്യയായിരിക്കുന്ന എന്നെ ഇവിടെ ഉപേക്ഷിച്ച് അങ്ങ് വനത്തിലേക്ക് പോകുന്നത് ഒന്നുകൊണ്ടും നല്ലതല്ല എന്നും, ഞാനാണ് മുന്നിൽ നടക്കുന്നത്, അങ്ങ് എന്റെ പിന്നാലെ വേണം വരുവാനെന്നും പണ്ട് ഒരു ജ്യോത്സ്യൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് സീത പറയുന്നത്. കാലനവാസത്തിനുള്ളതായിരിക്കുന്ന യോഗമുണ്ട് ഭർത്താവിന്റെ ഒപ്പം, അതുകൊണ്ട് ആ സമയം ഇപ്പോൾ ആഗതമായിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനും വരുന്നുണ്ട് എന്ന് സീത അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ സീതയെ നിവൃത്തിയില്ലാതെ ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ നീയും പോന്നുകൊള്ളുക എന്റെ കൂടെ എന്നൊക്കെ പറയാണ്. ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ വനത്തിൽ ചെന്നാൽ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ ദേവിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ശ്രീരാമൻ. ദുഷ്ടമൃഗങ്ങളുണ്ട്, നല്ല ഭക്ഷണമൊന്നും കിട്ടില്ല, കാട്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന വല്ല ഫലമൂലാദികളൊക്കെ നീ ഭക്ഷിക്കേണ്ടതായിട്ട് വരികയും ഇവിടെ രാജകൊട്ടാരത്തിലെ സർവ്വസുഖങ്ങളും അനുഭവിച്ച് പട്ടുമേത്തയിൽ ഉറങ്ങിയും അങ്ങനെ ജീവിക്കുന്നതായിരിക്കുന്ന നിനക്കൊരു പക്ഷെ കാട്ടിലെ ഈ ഒരു ജീവിതം ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് പോരേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു പത്നീധർമ്മത്തെ മാനിച്ചുകൊണ്ട് സീതാദേവി രാമചന്ദ്രന്റെ കൂടെ അങ്ങനെ വനത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അതല്ലെങ്കിൽ തന്റെ ജീവനെ കളയും എന്നുള്ളതായിരിക്കുന്ന ഭീഷണി കൂടി സീതാദേവി പറഞ്ഞപ്പോ, എങ്കില് നീ കൂടി വന്നുകൊള്ളുക, പാണിഗ്രഹണ സമയത്തുള്ളതായിരിക്കുന്ന മന്ത്രത്തെ അങ്ങേക്ക് ഓർമ്മയില്ലേ, പ്രാണാവസാന കാലത്തും വേർപിരിഞ്ഞു പോവുകയില്ലല്ലോ എന്നൊക്കെയുള്ള ന്യായങ്ങളായിരുന്നു സീത പറഞ്ഞത് രാമന്റെ അടുത്ത്. അങ്ങനെയാണല്ലോ ആ വൈവാഹിക ബന്ധത്തിലെ വൈവാഹ മന്ത്രമൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങേക്കൊപ്പം വരുന്നുണ്ട്, എന്തുകൊണ്ടും എന്നെ കൂടി കൊണ്ടുപോകുന്നത് അങ്ങേക്ക് ഉചിതമാണ് എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ അതിനെ സമ്മതിച്ചുകൊണ്ട് സീതാദേവിയോട് അങ്ങനെയാണെങ്കിൽ പോരാൻ തയ്യാറായിക്കൊള്ളുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വനവാസത്തിനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് വീണ്ടും ദശരഥന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ശ്രീരാമൻ ലക്ഷ്മണനോടും സീതാദേവിയോടും ഒപ്പം. അതിനു മുൻപ് മാതാക്കളെ എല്ലാ അമ്മമാരെയും ചെന്ന് കണ്ട് കൗസല്യയുടെ അനുഗ്രഹം വാങ്ങി ഇനി സുമിത്രയുടെ അനുഗ്രഹത്തിനായി കൊണ്ടൊക്കെ പോയി സുമിത്ര അങ്ങനെ അനുഗ്രഹിച്ചൊക്കെ അയക്കുന്ന ഭാഗങ്ങളാണ് ഇനി നാളെ നമുക്ക് പാരായണ ഭാഗങ്ങളിലൊക്കെയും വരിക. രാമസീത തത്വം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമുക്ക് നാളെ ഒന്ന് ചിന്തിക്കാൻ സാധിക്കും. അതിനായിക്കൊണ്ട് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണാതിമോദമുടു ഭക്തരെ രക്ഷ ചെയ്യുവാൻ പൂർണ്ണാലയത്തിലമരുന്നൊരു പത്മനാഭ, പൂർണ്ണപ്രമോദമടിയന്റെ മനോനൃത്തി, പൂർണ്ണത്രൈശ ശ്രീഹരേ നമഃ. സകലം പരസ്മൈ നാരായണ